ലോകം കഴിഞ്ഞ 4 ദിവസങ്ങളായി ഉറ്റുനോക്കുന്നത് മിഡിൽ ഈസ്റ്റിലേക്കാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം വെറും ഒരു മിലിറ്ററി പോരാട്ടമായി മാത്രമല്ല ഒതുങ്ങുന്നത്. മറിച്ച് ലോകത്തിന്റെ തന്നെ വിലമതിക്കാനാവാത്ത ചരിത്ര സമ്പത്തുകൾ കൂടി ഇതിനിടയിൽ തകർന്നടിയുകയാണ്. നമ്മുടെ അയൽപക്കത്തുള്ള ഇറാനിൽ നിന്ന് വരുന്നത് അതീവ വേദനാജനകമായ വാർത്തകളാണ്. തെഹ്റാനിലെ അഭിമാനമായ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ഗൊലസ്താൻ പാലസിന് ഇസ്രായേൽ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കലയും സംസ്കാരവുമാണ് ഈ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നത്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഈ കൊട്ടാരത്തെ തന്നെയാണോ, അതോ ഇതൊരു കൊളാറ്ററൽ ഡാമേജ് ആണോ? പരിശോധിക്കാം. നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള മിസൈൽ പോരാട്ടം ഓരോ ദിവസവും രൂക്ഷമാവുകയാണ്. ഇതിനിടയിലാണ് തെഹ്റാനിലെ ഹൃദയഭാഗത്തുള്ള ഗൊലസ്താൻ കൊട്ടാരത്തിന്റെ ചില ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നത്. ഇസ്രായേൽ തൊടുത്തുവിട്ട മിസൈലുകൾ കൊട്ടാരത്തിന് സമീപമുള്ള മിലിറ്ററി ഇൻസ്റ്റലേഷനുകളെ ലക്ഷ്യമിട്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ ഈ സ്ഫോടനങ്ങളുടെ പ്രകമ്പനം ആ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടത്തിന്റെ ചില്ലുകൾ തകരാനും ചുവരുകളിൽ വിള്ളലുകൾ വീഴാനും കാരണമായി. ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ വന്ന് അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്ന ആ കൊട്ടാരമുറ്റത്ത് ഇന്ന് പുകയും ചാരവുമാണ്. ഇറാൻ അധികൃതർ പറയുന്നത് ഇത് ലോക സംസ്കാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് എന്നാണ്. വെറും ഒരു കെട്ടിടമല്ല ഇത്. ഇറാന്റെ ഖജാർ രാജവംശത്തിന്റെ പ്രതാപത്തിന്റെ അടയാളമാണ്. ഇതിനെതിരെ യുനെസ്കോ ഉടൻ ഇടപെടണമെന്നാണ് ഇപ്പോൾ ഇറാനിന്റെ ആവശ്യം. എന്തുകൊണ്ടാണ് ഈ ഗൊലസ്താൻ പാലസ് ഇത്രയധികം ഇമ്പോർട്ടന്റ് ആകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സത്യത്തിൽ ഇതൊരു അത്ഭുതമാണ്. 16-ാം നൂറ്റാണ്ടിൽ സഫാവിദ് കാലഘട്ടത്തിൽ പണിത ഈ കൊട്ടാരം പിന്നീട് ഖജാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയായി മാറുകയായിരുന്നു. ഇവിടുത്തെ ഹാൾ ഓഫ് മിറേഴ്സ്, അതായത് കണ്ണാടി കൊട്ടാരം, ലോക പ്രശസ്തമാണ്. ചെറിയ കണ്ണാടി കഷ്ണങ്ങൾ കൊണ്ട് ഭിത്തികളിൽ തീർത്ത കലാരൂപങ്ങൾ കണ്ടാൽ അത്ഭുതം തോന്നും. കൂടാതെ യൂറോപ്യൻ ശൈലിയും പേർഷ്യൻ ശൈലിയും ഒന്നുചേരുന്ന അപൂർവം നിർമ്മിതികളിൽ ഒന്നാണിത്. 2013 യുനെസ്കോ ഇതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചത്. അത്തരമൊരു മാസ്റ്റർ പീസിനാണ് ഇപ്പോൾ യുദ്ധത്തിന്റെ കരുനിഴൽ വീണിരിക്കുന്നത്. യുദ്ധം നടക്കുമ്പോൾ സൈനിക കേന്ദ്രങ്ങൾ മാത്രമാകും തകർക്കപ്പെടുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. പലപ്പോഴും ആൾപ്പാർപ്പുള്ള ഇടങ്ങളും ഇത്തരം ഹിസ്റ്റോറിക്കൽ സൈറ്റുകളും യുദ്ധത്തിന്റെ ഇരകളാകുന്നു. ഇത് ലോകത്തിന് മുഴുവൻ വലിയൊരു നഷ്ടം തന്നെയാണ്. ഇനി നമുക്കിതിന്റെ രാഷ്ട്രീയ വശം കൂടി നോക്കാം. ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇറാനെ ഇത്ര ശക്തമായി ആക്രമിക്കുന്നത്? ഹമാസ്, ഹിസ്ബുള്ള നേതാക്കളുടെ കൊലപാതകത്തിന് പിന്നാലെ ഇറാൻ ഇസ്രായേലിന് നേരെ 200ഓളം മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു. ഇതിനുള്ള മറുപടിയാണ് ഇസ്രായേൽ ഇപ്പോൾ തെഹ്റാനിലെ ആ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇസ്രായേൽ മിലിറ്ററി അവകാശപ്പെടുന്നത് തങ്ങൾ ഇറാനിന്റെ സൈനിക ശേഷി തകർക്കുകയാണ് എന്നാണ്. എന്നാൽ ഈ ഒരു ആക്രമണങ്ങളൊക്കെ സിവിൽ ഏരിയകളിലേക്കും പൈതൃക കേന്ദ്രങ്ങളിലേക്കും പടരുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം കടുത്ത ആശങ്കയിലാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇറാൻ ഈ കൊട്ടാരത്തിന് സമീപം ആണവ പരീക്ഷണങ്ങളോ മിലിറ്ററി ആസ്ഥാനങ്ങളോ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന സംശയം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ മനഃപൂർവ്വം ഈ പ്രദേശം ലക്ഷ്യം വെച്ചതാകാം. എന്നാൽ ഇതിന് കൃത്യമായ തെളിവുകൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. ഇനി ലോക രാജ്യങ്ങൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കാം. യുനെസ്കോ ഇതിനകം തന്നെ കടുത്ത ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൾച്ചറൽ ഹെറിറ്റേജ് ഇസ് നോൺ റിന്യൂവബിൾ, അതായത് ഒരിക്കൽ തകർന്നാൽ നമുക്ക് പഴയപടി തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ്. പല ചരിത്രകാരന്മാരും പറയുന്നത് ഇതൊരു കൾച്ചറൽ ജനസൈഡ് അല്ലെങ്കിൽ സാംസ്കാരിക വംശഹത്യ എന്നാണ്. 1-ാം ലോക മഹായുദ്ധത്തിലും അതുപോലെ 2-ാം ലോക മഹായുദ്ധത്തിലും നമ്മൾ കണ്ടതാണ് വലിയ നഗരങ്ങളും കൊട്ടാരങ്ങളും തകർക്കപ്പെടുന്നത്. പക്ഷേ 21-ാം നൂറ്റാണ്ടിലും ഇത് തുടരുന്നത് ലജ്ജാകരമാണ്. ഇന്ത്യയെ സംബന്ധിച്ചും ഇത് ആശങ്കാജനകമാണ്. കാരണം നമുക്ക് ഇറാനുമായി വലിയ സാംസ്കാരിക ബന്ധമുണ്ട്. പേർഷ്യൻ കലകളും വാസ്തുവിദ്യയും ഇന്ത്യൻ ചരിത്രത്തിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗൊലസ്താൻ പാലസ് പോലൊരു സ്മാരകം തകരുന്നത് നമുക്കും വലിയൊരു വേദന തന്നെയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഗൊലസ്താൻ കൊട്ടാരത്തിന്റെ മ്യൂസിയം ഭാഗങ്ങളൊക്കെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. നാശനഷ്ടങ്ങളുടെ വ്യാപ്തി എത്രയാണെന്ന് ഇറാനിയൻ ആർക്കിയോളജിസ്റ്റുകൾ പരിശോധിച്ചു വരികയാണ്. ഇസ്രായേൽ ആക്രമണം നിർത്താൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇനിയും ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ തകർക്കപ്പെടുമോ എന്ന ഭീതിയിലാണ് ഇറാന്റെ ജനത. ഇസ്രായേൽ കൂടുതൽ ശക്തമായ മിസൈലുകൾ ഉപയോഗിച്ചാൽ തെഹ്റാനിലെ പഴയ നഗരഭാഗങ്ങൾ പൂർണ്ണമായും ഇല്ലാതായേക്കാം. യുദ്ധം ജയിക്കാൻ വേണ്ടി ചരിത്രത്തെ കൊല്ലുന്നത് ശരിയാണോ? ലോകം ഇന്ന് ചോദിക്കുന്ന ചോദ്യവും ഇതാണ്. യുദ്ധം കൊണ്ട് ഒന്നും നേടാനാവില്ല, സമാധാനം മാത്രമാണ് ഏക പോംവഴി എന്ന് ലോകം എന്ന് തിരിച്ചറിയും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ആ സമാധാനം എന്നത് ആകാശത്തിലെ നക്ഷത്രം പോലെ കയ്യെത്താ ദൂരത്താണ് എന്ന് തോന്നിപ്പോകുന്നു. ശരിക്കും ഗൊലസ്താൻ പാലസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഒരു വശത്തെ ടെക്നോളജി വളരുമ്പോൾ മറുവശത്ത് മനുഷ്യനെ കൊല്ലാനും ചരിത്രത്തെ ചാരമാക്കാനും മത്സരിക്കുകയാണ്. ചരിത്രം എന്നത് വെറും ഒരു കെട്ടിടമോ കുറച്ച് രേഖകളോ മാത്രമല്ല. അത് വരും തലമുറയ്ക്കായി നമ്മൾ കരുതി വെക്കേണ്ട വേരുകളാണ്. ആ വേരുകളാണ് ഇന്ന് മിസൈൽ മുനകളിൽ തകർന്നടിയുന്നത്. ഗൊലസ്താൻ പാലസിന്റെ തകർച്ച ഒരു രാജ്യത്തിന്റെ മാത്രം നഷ്ടമല്ല, മറിച്ച് മാനവ സംസ്കാരത്തിന് ഏറ്റവും മുറിവാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.